ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാവിലെ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും കൊറോണ എന്ന മാരകമായ വൈറസ് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം ഓൺലൈൻ വീഡിയോയിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്ന നല്ല ആലോചനകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൂത് ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാനൊരു വാക്യം വായിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം, അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവെ, ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം അനുഗ്രഹകരമായ രീതിയിൽ കർത്താവെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം അടിയനെ നീ സഹായിക്കണം. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇവിടെ പ്രാരംഭമായി വായിച്ചു കേട്ട വേദഭാഗം യിരെമ്യാ പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണ് നാം കേട്ടത്. ദൈവം തന്റെ ജനത്തെ മിസ്രൈമിലെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത ദേശത്തെ കൊണ്ടുചെന്ന് പാർപ്പിച്ചു. എന്നാൽ ദൈവത്തിന്റെ ജനം ദൈവ വഴി വിട്ട്, ദൈവിക പ്രമാണം വിട്ട് അവർ യാത്ര ചെയ്തപ്പോൾ അവരുടെ മേൽ ദൈവത്തിന്റെ കോപം വർദ്ധിച്ചു. അത് നിമിത്തം ദൈവത്തിന്റെ ജനമെന്ന് പറയുന്ന ഇസ്രായേലിനെ ദൈവം ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നമുക്കറിയാം, 2 ദിനവൃത്താന്ത പുസ്തകം 36-ാം അധ്യായം അതിന്റെ അവസാന ഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ ദൈവജനത്തിന്റെ അനുസരണക്കേട് നിമിത്തം ബാബേൽ രാജ്യത്ത് നിന്ന് നെബൂഖദ്നേസർ രാജാവും അവരുടെ പട്ടാളക്കാരും കൂടി കടന്നുവന്ന് ദൈവജനം ആരാധിച്ചുകൊണ്ടിരുന്ന ദേവാലയത്തെ അവർ ചുട്ട് നശിപ്പിച്ചു. അവിടുത്തെ രാജധാനി അവർ നശിപ്പിച്ചു. അതിന്റെ വാതിലുകൾ തീക്കിരയാക്കി ആ പട്ടണത്തെ അവർ തീവച്ച് കളഞ്ഞു. ഇത് കണ്ട യിരെമ്യാ പ്രവാചകൻ വളരെ വേദനയോട് നിലവിളിയോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നാം പ്രാരംഭമായി വായിച്ചു കേട്ടത്. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. എന്താ പണ്ടത്തെ കാലത്തിന് പ്രത്യേകത? അന്ന് ദേവാലയം ഉണ്ടായിരുന്നു, ആരാധനകൾ നടന്നിരുന്നു, പെരുന്നാളുകൾ നടന്നിരുന്നു, യാഗങ്ങൾ നടന്നിരുന്നു. എല്ലാം കൊണ്ടും സന്തോഷകരമായ ഒരനുഭവം തന്നെയായിരുന്നു നടന്നിരുന്നത്. എന്നാൽ അതെല്ലാം നശിച്ച് നാമാവിശേഷമായിരിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, എല്ലാം നശിച്ച് ചണ്ടിക്കൂമ്പാരമായി തീർന്നിരിക്കുന്നു. ആ നശിച്ച ദേവാലയത്തെ നോക്കിക്കൊണ്ട്, ആ പട്ടണത്തെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ യിരെമ്യാവ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന, ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, 2019 ആണ്ട് ഡിസംബർ മാസത്തിന്റെ 31-ാം തീയതി കഴിഞ്ഞ് 2020 ജനുവരി മാസത്തിന്റെ 1-ാം തീയതിയിലേക്ക് നാം പ്രവേശിച്ചപ്പോൾ നാം ഓരോരുത്തരും വിചാരിച്ചു 2020 അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന്, വിടുതലിന്റെ വർഷമാണെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചു. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം മാറി മറിഞ്ഞുപോയി. എന്താ സംഭവിച്ചത്? നമുക്കറിയാം, 2019 അവസാന മാസത്തിൽ കൊറോണ എന്ന മാരകമായ വൈറസ്, COVID-19 എന്ന് പറയുന്ന മാരകമായ വ്യാധി
ചൈനയിലെ വ്യൂഹാനിൽ അതിന്റെ ആരംഭം കുറിച്ചു. 2020 ജനുവരി മാസമായപ്പോൾ ചൈനയിൽ മുഴുവനും ഈ മാരകമായ രോഗം പടർന്നു പിടിച്ചു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. ഫെബ്രുവരി മാസമായപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ മാരകമായ രോഗം പടർന്നു. മാർച്ച് മാസമായപ്പോൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലേക്ക് ഈ മാരകമായ വൈറസ് പടർന്നു കഴിഞ്ഞു. മാർച്ച് പകുതിയായപ്പോൾ ലോകത്തിന്റെ എല്ലാ കോണിലും ഈ മാരകമായ വൈറസ് പടർന്നു കഴിഞ്ഞു. ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ജനം അവിടെ മരണപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൂത് കേൾക്കുന്ന ഈ സമയത്ത് തന്നെ, ഈ ദൂത് പറയുന്ന ഈ അവസ്ഥയിൽ തന്നെ കേരളം ഒട്ടാകെ 14 ജില്ലകളിലും ഈ മാരകമായ വൈറസ് പടർന്നു കഴിഞ്ഞു. രാജ്യങ്ങൾ തമ്മിൽ ബന്ധമില്ലാതെ യാത്ര ചെയ്യുവാൻ വിധത്തിൽ കഴിയാതെ ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു, ട്രെയിനുകളെല്ലാം ക്യാൻസൽ ചെയ്തു, ബസ്സുകൾ എല്ലാം ക്യാൻസൽ ചെയ്തു. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. അതിനേക്കാളെല്ലാം ഉപരിയായി ഞാനും നിങ്ങളും കൂടി ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ആരാധനാലയങ്ങളിൽ പോലും നമുക്ക് പോയി ആരാധിക്കുവാൻ സാധിക്കുന്നില്ല. ഇതുപോലെ ഒരു പ്രതിസന്ധി പ്രിയമുള്ളവരെ നമ്മുടെ തലമുറയിലോ നമുക്ക് മുമ്പിലുള്ള തലമുറയിലോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതിന് എന്താണ് പരിഹാരം? ലോകപ്രകാരം ഒരു പരിഹാരവും കാണുന്നില്ല. കാരണം ബൈബിൾ പറയുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാൻ കഴിയാത്ത ഒരു രാത്രി വരുന്നു. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ പ്രതികൂലത്തിന്റെ സാഹചര്യം ആർക്കും പ്രവർത്തിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണെന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കോ ലോകത്തിലെ നേതാക്കന്മാർക്കോ ലോകത്തിലെ ഒരു ശക്തിക്കോ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുൻപോട്ട് കടന്നു പോകുന്നത്. ഇതിന്റെ നടുവിൽ എന്താണ് പരിഹാരം? ഒറ്റ പരിഹാരം മാത്രമേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായിട്ടൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരം ലഭിക്കുമെന്നുള്ളതാണ് ഒരു ദൈവവൈതന്റെ വിശ്വാസം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന മാത്രയിൽ തന്നെ നാം ദൈവത്തോട് ഒരു മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ദൈവമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകണമേ. യിരെമ്യാവ് ഇവിടെ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി നൽകി. സ്വർഗം യിരെമ്യാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി. ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം മാറി. പഴയ സാമ്രാജ്യം മാറി, പുതിയ സാമ്രാജ്യം വന്നു. പഴയ രാജാവ് മാറി, പുതിയ രാജാവ് ഭരണത്തിൽ വന്നു. പാർസി രാജാവായ കോരസ് ഭരണത്തിൽ വരികയാ. പാർസി രാജാവായ കോരസിന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 1-ാം മാസത്തിൽ തന്നെ കോരസ് രാജാവ് വിളംബരം ചെയ്തു, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, ഈ രാജ്യങ്ങൾ നീ എനിക്ക് തന്നു, ഈ സാമ്രാജ്യങ്ങൾ നീ എനിക്ക് തന്നു. അതുകൊണ്ട് ആ യഹോവയ്ക്ക് വേണ്ടി, ആ യഹോവയുടെ നാമത്തിനു വേണ്ടി ആലയം പണിയുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ യഹൂദയിലെ യെരുശലേമിലേക്ക് പോയി ആലയം പണിയട്ടെ എന്ന് കോരസ് രാജാവ് കൽപ്പന കൊടുക്കുക, ആഹ്വാനം കൊടുക്കുക. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് ഇത് സംഭവിച്ചു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നമുക്കറിയാം, എസ്രായുടെ പുസ്തകം 1-ാം അധ്യായം നാം പഠിക്കുമ്പോൾ കോരസ് രാജാവ് വിളംബരം ചെയ്തു. ഇസ്രായേലിന്റെ പുസ്തകം 2-ാം അധ്യായം പഠിക്കുമ്പോൾ യോശുവ പുരോഹിതന്റെ നേതൃത്വത്തിൽ വലിയൊരു കൂട്ടം ജനം യഹൂദയിലെ യെരുശലേമിലേക്ക് ആലയം പണിയുവാൻ വേണ്ടി കടന്നു വന്നു. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ആ ഇടിഞ്ഞുകിടുന്ന ദേവാലയത്തിന് വീണ്ടും
ആമേൻ അടിസ്ഥാനമിടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 6-ാം അധ്യായം നാം പഠിക്കുമ്പോൾ സ്തോത്രം, ആ യെരുശലേം ദേവാലയം പുതുക്കി പണിഞ്ഞ് അവിടെ പ്രതിഷ്ഠിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർന്നില്ല, ആ 6-ാം അധ്യായത്തിൽ തന്നെ ആമേൻ സന്തോഷത്തോട് ദൈവമക്കൾ ചേർന്ന് പെസഹ ആചരിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം അവിടെ ഉണ്ടാകുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിന്റെ ജീവിതത്തിന്റെ മുമ്പിലുള്ള വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും, എത്ര അസാധ്യമായിരുന്നാലും, എത്ര പരിഹരിക്കാൻ പറ്റാത്തതായിരുന്നാലും, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയിലൂടെ അത് നിന്റെ ജീവിതത്തിൽ തരുവാൻ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രാർത്ഥനയുടെ മറുപടി അവിടെ അവസാനിച്ചില്ല. എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ എസ്രായുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ ദേവാലയം വക ഉപകരണങ്ങളും ദേവാലയത്തിലെ വിശിഷ്ടമായ പാത്രങ്ങളും തിരികെ യെരുശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ കൊണ്ടും യിരെമ്യാവിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്നില്ല. കുറെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദാസനായ നെഹമ്യാവിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. ഇടിഞ്ഞു കിടക്കുന്ന ദേവാലയത്തിന്റെ മതിൽ, ഹല്ലേലൂയ, നീ പോയി പണിയണം. അങ്ങനെ നെഹമ്യാവും കുറെ ദൈവമക്കളും കൂടി ചേർന്ന് യെരുശലേമിലേക്ക് കടന്നു വന്ന് അതിന്റെ മതിൽ പണിഞ്ഞു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അതിന്റെ വാതിലുകൾ വെച്ചു. അങ്ങനെ യെരുശലേം ദേവാലയം ഏറ്റവും മനോഹരമാക്കി തീർത്തു. എന്തിനു വേണ്ടിയാണ് യിരെമ്യാവ് പ്രാർത്ഥിച്ചത്? അതേ ഉത്തരം ദൈവം അവർക്ക് നൽകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ എന്ന് യിരെമ്യാവ് പ്രാർത്ഥിച്ചെങ്കിൽ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തിയെന്ന് ആ ചരിത്രം ഇവിടെ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചെന്ന് വിചാരിച്ച് നീ നിരാശപ്പെട്ടു പോകരുത്. നമ്മുടെ കർത്താവ് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ സകല അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് നിന്റെ വിഷയത്തിന്റെ മുമ്പിൽ നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഏത് അസാധ്യമായതിനെയും സാധ്യമാക്കി തരുവാൻ കഴിവുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നാം പ്രാർത്ഥിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. നാം പ്രാർത്ഥിക്കുമെങ്കിൽ പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ടത്തെ പോലെ കർത്താവേ, ഒരു നല്ല കാലം, ആരാധനാലയങ്ങളിൽ പോയി ആരാധിക്കുന്ന ഒരു നല്ല കാലം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി തിരികെ ലഭിക്കുന്ന ഒരു നല്ല കാലം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുവാനും നല്ല ഭാവിക്കും വേണ്ടിയുള്ള ഒരു നല്ല കാലം. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒരു നല്ല കാലത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ. വിശ്വസ്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായിട്ട് പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ഏഴയാകുന്ന അടിയനെ നീ പ്രാപ്തിപ്പെടുത്തിയതിനായി സ്തോത്രം. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കുമാറാകണം. യിരെമ്യാവിനെ പോലെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ പണ്ടത്തെ പോലെ ഒരു നല്ല കാലം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് ഹൃദയനുറുക്കത്തോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണം. കേട്ട വചനത്തിൽ പ്രത്യാശ വച്ച് കർത്താവെ മുൻപോട്ട് പോവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോടെ കേൾക്കണമേ. ആമേൻ.